സ്നേഹാംസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏക് ദോ തീൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആനുവൽ എക്സാം ഒക്കെ എടുക്കാറായിട്ടുണ്ട്. അപ്പൊ മക്കൾ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങുന്ന സമയമായിട്ടുണ്ട് അല്ലെ. മടിച്ചിരിക്കാൻ പാടില്ല. നമുക്ക് പഠിച്ചാൽ മാത്രമേ എന്തിൽ മാർക്ക് കിട്ടത്തുള്ളൂ, ഹിന്ദിയിൽ മാർക്ക് കിട്ടത്തുള്ളൂ. പ്ലസ് എന്താണ്, ഹിന്ദി നമുക്ക് പുതിയ ലാംഗ്വേജ് ആയിരുന്നു. അതിപ്പോ തന്നെ നന്നായി എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ല മാർക്ക് കിട്ടുള്ളൂ അല്ലെ. ചിലപ്പോൾ ക്രിസ്മസ് എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും. സാരമില്ല, നമുക്ക് ഇതേ ഇവിടെ പിടിക്കണം, നമ്മുടെ ആനുവൽ എക്സാമിന് പിടിക്കണം അല്ലെ. അപ്പൊ ഏക് ദോ തീൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ ചോദിച്ചാൽ മിസ് പറയും എന്താണ്, ഇതാണ്. എന്താണ് നോക്കിക്കേ, സഹി വാക്യ ചുനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സഹി വാക്യ ചുനെ എന്ന് വെച്ചാൽ ശരിയായുള്ള വാക്യങ്ങൾ എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഡയറി ലിഖേ, ഡയറി എഴുതാൻ വേണ്ടിയിട്ടോ. ഡയറി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഈ മോഡലിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ മോഡലിൽ ഡയറി എഴുതാൻ വേണ്ടി പഠിക്കണം. ഡയറി എന്ന് വെച്ചാൽ എന്താ മക്കൾക്ക് അറിയാലോ, എന്താണ് ആ ഒരു ദിവസം ഇപ്പൊ എന്താണോ ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അന്ന് രാത്രി പോയിട്ട് എഴുതുന്ന പരിപാടിയാണ് ഡയറി എന്ന് പറയുന്നത് അല്ലെ. അതിൽ ഡേറ്റ് ഉണ്ടാവും, ഡേയുടെ പേരുണ്ടാവും, പിന്നെ എന്തുണ്ടാവും, പിന്നെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇനി മക്കൾ ഇവിടെ നമ്മുടെ കുഞ്ഞുമോന്റെ ഡയറിയിൽ എന്ത് എഴുതേണ്ട ആവശ്യമില്ല, ആ ഒരു കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ല. എവിടെ തന്നിട്ടുണ്ട്, സൈഡിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഈ സൈഡിൽ തന്നതിന് ഒരു കുഞ്ഞു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പമുള്ളത്, അത് ഓർഡറിലല്ല തന്നേക്കുന്നത്. നമ്മുടെ കഥ ഓർഡറിലല്ല തന്നത്, എവിടേക്കോ എന്തൊക്കെയോ ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം മക്കള്, ഇത് ആദ്യം ഓർഡറിലാക്കണം. ഓരോ പോയിന്റും ഓരോ പോയിന്റ് എന്ത് ചെയ്യണം, ഓർഡറിലാക്കിയിട്ട് വേണം മക്കൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡയറിയിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. സ്വന്തമായിട്ട് ഒരു വാക്ക് പോലും മക്കൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം എഴുതിയാൽ മതി, ഈ പോയിന്റ്സ് എഴുതിയാൽ മതി. ഇത് പോയിന്റ് ആയിട്ട് എഴുതരുത്. എങ്ങനെ എഴുതണം, ഈ രീതിയിൽ എഴുതണം. ഡയറിയാണ് മിസ് പറഞ്ഞു, ഡയറിയാണ് അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നോക്കിക്കേ, ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതണം. എന്ത് എഴുതണം, ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ഡേ എഴുതണം. മക്കളിപ്പോ ഒരുപാട് ഡേകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. സോമവാർ, ശുക്രവാർ, മംഗൾവാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഡേകൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഡേ മക്കൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ എഴുതാൻ ആ ഒരു ഡേ എഴുതി വെക്കുക. മിസ് ഇവിടെ സോമവാറിന് എഴുതിയിട്ടുണ്ട്. മക്കൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം, ശനിവാറിന് എഴുതാം, ബുധവാറിന് എഴുതാം. ഇഷ്ടമുള്ള ഒരു എന്ത് എഴുതി വെക്കുക, ദിവസം അവിടെ എഴുതി വെക്കുക. ഇനിയുള്ള പരിപാടി എന്താണ്, മിസ് പറഞ്ഞു എന്താണ്, ഈ ഒരു ഭാഗങ്ങൾ അതേപോലെ എഴുതി വെച്ചാൽ തെറ്റായിരിക്കും. മക്കൾ എന്ത് ചെയ്യണം, ഓർഡറിലാക്കി എഴുതണം നമ്മുടെ കഥ. മിസ് ഇവിടെ എന്ത് എഴുതിയിട്ടുണ്ട്, ഇത് ഓർഡറിലാക്കിയിട്ടുള്ള ഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ഭാഗമായിട്ട് വായിച്ചു നോക്കാം അല്ലെ. അപ്പൊ ഇത് ശരിക്കും എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ കഥ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം. നമ്മുടെ ഹിന്ദിയിൽ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്താണ്, കഥ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. കഥ അറിയാതെ നമുക്ക് ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ കഥ അറിയാം, മീനിങ്സ് നന്നായി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ തന്നെ എന്താവും, നമ്മുടെ ക്വസ്റ്റ്യൻസും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ മക്കളെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഓരോ ഭാഗമായിട്ട് ഈ ഭാഗങ്ങൾ മൊത്തം മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഡറിലാക്കി എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എങ്ങനെയാണ്, ആ ജൽമുർഗിക്ക് ചൂസെ ഗർമേ ഗുസ് ആയേ. ഇന്ന് ജലമുർഗിക്ക. ഓക്കെ, ഡയറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങാം. ഇന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക അല്ലെ. അപ്പൊ ആജ് എന്ന് പറയുന്ന വാക്ക് എന്താണ്, ഇന്ന് എന്നാണ്, ടുഡേ എന്നുള്ളതാണ് മക്കൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഡയറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു, ഇങ്ങനെയാ തുടങ്ങുന്നത്. ആദ്യത്തെ സെന്റൻസ് അത് ശരിയായിരുന്നു അല്ലെ. ഓക്കെ, അടുത്ത നോക്കിക്കേ, ഇന്ന് ജലമുർഗിക്ക് ചൂസെ, ജലമുർഗിയുടെ ഒരു കുളക്കോഴികളുടെ എന്ത് കൂട്ടം, ചൂസെ മീൻസ് എന്താണ്, കുഞ്ഞുമക്കളുടെ കൂട്ടമാണ് അല്ലെ. കുഞ്ഞുമക്കൾ എന്ത് ചെയ്തു, ഗർമേ ഗുസ് ആയേ, വീട്ടിൽ എന്ത് ചെയ്തു, കയറി. ഗുസ് ആന മീൻസ് എന്താണ്, നമുക്ക് നുഴഞ്ഞു കയറി എന്നൊക്കെ പറയാം കേട്ടോ. കയറി എന്ന് മാത്രം മക്കളെ എടുക്കാം, ഗുസ് ആയ അല്ലെ. എന്നിട്ടോ ബിലോട്ടാ സെ ഡർക്കർ ചൂസെ ഘർ കെ അന്തർ ഘുസ് ഗയേ. ഇവർ എന്തിനോണ്ടാ അതിന്റെ ഉള്ളിൽ, വീട്ടിന്റെ ഉള്ളിൽ കയറിയത്, ബിലൗട്ട. ബിലൗട്ട എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു ബിലൗട്ട, കുഞ്ഞിലെ പൂച്ചക്കുഞ്ഞിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിലൗട്ട. ബില്ലി പൂച്ച അല്ലെ. അപ്പൊ പൂച്ചക്കുട്ടിക്ക് എന്താ പറയുന്നത്, നമ്മള് ബിലൗട്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ബിലൗട്ടേനെ പേടിച്ചിട്ടാണ് ഈ കുളക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുമോന്റെ വീട്ടിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കുക, ബിലൗട്ടാസെ ഡർക്കർ. ഡർക്കർ വെച്ചെന്താണ്, പേടിച്ച് എന്നുള്ള അർത്ഥമാണ് അല്ലെ. എന്താണ്, പേടിച്ചിട്ട് എന്ത് സംഭവിച്ചു, നമ്മുടെ ചൂസെ ഈ കുട്ടികൾ എന്ത് ചെയ്തു, അന്തർ ഗുസ് ഗയേ, ഉള്ളിൽ എന്ത് ചെയ്തു, കയറി അല്ലെ. എന്നിട്ടോ ജൽമുർഗിയും ഷൂർ മച്ചാ രഹി തി. ജൽമുർഗികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കുളക്കോഴികള് ബഹളം വെക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. പേടിയുണ്ട്, കുട്ടികളതാക്കുന്നത് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ആ ഒരു പേടിയൊക്കെ കാരണം ബഹളം വെക്കുക. ഷൂർ മച്ചാന, ആ വാക്ക് എന്തായാലും മക്കൾ പഠിക്കണം കേട്ടോ. ബഹളം വെക്കുക എന്നുള്ള അർത്ഥമാണ്. എന്താണ്, ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഷൂർ മച്ചാന എന്നുള്ള വാക്ക് പഠിക്കണം. ഇനി
അടുത്ത് നോക്കിക്കേ, മാനി ചൂസോം കോ പക്കടുക്കർ ജൽ മുർഗിയോം കോ ദേ ദിയ. ഇവിടെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരാ ഡയറി എഴുതുന്നേ? നമ്മുടെ കുഞ്ഞുമോനെ ഡയറി എഴുതുന്നില്ലേ? അപ്പൊ കുഞ്ഞുമോന്റെ ഡയറി ആയതുകൊണ്ട് കുഞ്ഞുമോൻ എങ്ങനെയായിരിക്കും പറയാ, ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു കുളക്കോഴിക്കുട്ടികളുടെ കൂട്ടത്തിന് എന്ത് ചെയ്തു, ഞാൻ പിടിച്ച് ജൽ മുറുകികൾക്ക് എന്ത് ചെയ്തു, കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ചിട്ട് അവരുടെ പാരന്റ്സിന്റെ അടുത്താക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, അതാ പറയുന്നത്. നോക്കാം, മാനെ ഞാൻ എന്ത് ചെയ്തു, ഈ ചൂസോ അല്ലെ ഈ കുട്ടികളുടെ ഈ കൂട്ടത്തിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്കെടുക്കർ പിടിച്ചിട്ട് ജൽ മുർഗിയും കൂതിയ നമ്മുടെ കുളക്കോഴികൾക്ക് അങ്ങ് കൊടുത്തു എന്ന് പറയാണ്. എന്നിട്ടോ ലാസ്റ്റ് നോക്കിക്കേ, ജൽ മുർഗി കൂബി ഗിൻതി ആത്തി ഹേ. ജലമുറുകികൾക്കും ഈ കുളക്കോഴികൾക്കും ഗിൻതി ആത്തി ഹേ. ഗിൻതി മീൻസ് എന്താണ്, എണ്ണാൻ അറിയാം. അപ്പൊ നമ്മുടെ കുളക്കോഴികൾ ഇങ്ങനെ കുട്ടികൾ ഉള്ളുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ കോഴീനൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കോഴിക്കുട്ടികൾ എല്ലാവരും ഉണ്ടോ എന്ന് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ കുഞ്ഞുമോൻ പറയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ജൽമുർഗികൾക്കുണ്ടല്ലോ ഈ കുളക്കോഴികൾക്കുണ്ടല്ലോ എണ്ണാൻ അറിയാം. അവരവരുടെ കുട്ടികൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് എണ്ണുന്നുണ്ട്. നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്, ഏക് ദോ തീൻ എന്നായിരുന്നു അല്ലെ, എണ്ണാൻ അറിയാം എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പം ഗിൻതി ആത്തി എന്ന് വെച്ചാൽ എന്താണ്, എണ്ണാൻ അറിയാം എന്നുള്ള അർത്ഥം കേട്ടോ, എണ്ണാൻ അറിയാം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ മക്കൾ ആലോചിച്ച് വെച്ചോളാം. ജൽ മുർഗിയോ നദിക്ക് തരഫ് ദോട് ഗയി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ജൽമുർഗികൾ നദിക്ക് തരഫ് എന്ന് വെച്ചാൽ എന്താണ്, നദീന്റെ അവിടേക്ക്, ശരിക്കും ഒരു കുളമായിരുന്നു അല്ലെ, കുളത്തിന്റെ അവിടേക്ക് എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് ഓടിപ്പോയി. പിന്നെന്താണ്, അവരെ പിന്നെ കണ്ടിട്ടില്ല അല്ലെ, അവരെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി, വീട്ടിലുള്ളിലോട്ട് വന്ന കഥയൊക്കെ അവിടെ കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞുമോന്റെ ഡയറി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ പലപ്പോഴും നമുക്ക് ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മക്കൾ നിർബന്ധമായിട്ട് പഠിക്കണം. നോക്കിക്ക് എങ്ങനെയായിരിക്കും, ഡയറി എന്ന് പറഞ്ഞിട്ടായിരിക്കും മക്കളോട് ചോദിക്കുക. പക്ഷെ ഡയറിയിൽ സെന്റൻസ് മക്കൾ എഴുതണോ? എഴുതേണ്ട ആവശ്യമില്ല. എന്ത് തരും, നിങ്ങൾക്ക് ഓർഡർ തെറ്റിച്ചിട്ട് ഏതെങ്കിലും ഒരു കഥയുടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം തരും. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഓർഡറിൽ നിങ്ങൾ പഠിച്ച കഥയിൽ നിന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. ചിലപ്പോൾ സന്ധ്യയുടെ ഡയറി ഒക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഓർഡർ തെറ്റിച്ചിട്ട് തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറി എഴുതണം. ഡയറിയുടെ ഫോർമാറ്റ് മറന്നു പോകണ്ട. എന്താണ്, ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവണം, ഒരു ഡേ എഴുതിയിട്ടുണ്ടാവണം. അത് മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ദിനം എഴുതി വെക്കുക. സോമവാർ, ശുക്രവാർ, എന്ത് വേണമെങ്കിലും എഴുതി വെക്കാം. എന്നിട്ട് ഓർഡറിൽ അങ്ങ് എഴുതി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഡയറി എന്തായി, സെറ്റായി. അപ്പൊ ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മക്കൾ പഠിച്ചോളാം. പിന്നെ നമ്മുടെ ബാച്ചിൽ ചേരാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചേക്കുക, ബാച്ചിൽ ഒന്ന് വേഗം ചേർന്നേക്കുക. നമ്മളിത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, നമ്മുടെ റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. റിവിഷനൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ആണല്ലേ. അപ്പൊ ആനുവൽ എക്സാം നമുക്ക് പൊളിക്കാനുള്ളതാണ്. ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറഞ്ഞവർ സാരമില്ല, പോട്ടെ, ആനുവൽ എക്സാമിന് നമുക്ക് മാർക്ക് മേടിക്കാം. ഇനിയിപ്പോ ക്രിസ്മസ് എക്സാമിന് മാർക്ക് നന്നായി കിട്ടിയ മക്കൾക്ക് അതേപോലത്തെ മാർക്ക് തന്നെ മേടിക്കേണ്ട ആനുവൽ എക്സാമിന്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാച്ച് വേണം, ഒരു ഓൺലൈൻ ട്യൂഷൻ വേണം. അതിനാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ ബാച്ച് ഉള്ളത്, പൃഥ്വി ബാച്ച് ഉള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, താഴത്തെ നമ്പറിൽ ഒന്ന് വിളിച്ചേച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി, ഒന്ന് മിസ് കോൾ അടിച്ചാൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ തിരിച്ച് വിളിച്ചോളും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളും. അപ്പൊ ഒട്ടും വൈകിക്കേണ്ട, നല്ലൊരു ഓഫറാണ് നടക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ബസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.